കോക്രോച്ച് ജനതാ പാർട്ടിയെ എന്താ പിന്തുണച്ചു എന്ന് മാത്രമല്ല, വാട്ട് ഐ വോണ്ട് ടു സേ ഇസ്, ഞാൻ ഇവിടെ എത്താൻ കാരണം അന്ന് ഞാനിത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ് ഓവർ ദി ലാസ്റ്റ് മെനി വീക്സ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഷെയർ ചെയ്ത പോലത്തെ ആരും റീഷെയർ ചെയ്തിട്ടില്ല. അത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു എനിക്ക് അസുഖം വന്ന് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയോ എന്ന്. അത്രയധികം ഞാൻ റീപോസ്റ്റും റീഷെയറും ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ടോപ്പിക്. ബിക്കോസ് അതെന്നെ എവിടെയോ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. നമ്മളൊരു സിറ്റിസൺ ഓഫ് ദ കൺട്രി ആകുമ്പം ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ വളരെയധികം പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ വളരെയധികം LGBT ന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതും എന്നെ അതുപോലെ തന്നെ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. പക്ഷേ സോനം വാങ്ചുക് ജീനെ സത്യാഗ്രഹിക്കാതെ അദ്ദേഹത്തിന് ഒരു 20-21 ദിവസം സ്റ്റേജിൽ നിന്നും അവരെടുത്തുകൊണ്ട് പോയ രീതി അത് അക്സെപ്റ്റബിൾ അല്ല. ഇന്ത്യ എന്ന രാജ്യത്ത് ആ ഒരു അപ്രോച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഗവൺമെന്റ് ആരായാലും, whoever might be in power, I don't think we should be able to take that. I am not going to sit and blame one party or the other party. I am going to blame you if you are doing something wrong. And അത് വളരെ വളരെ അനാവശ്യമായ ഒരു കാര്യമായിരുന്നു. അത് ചെയ്ത രീതി, അതും യൂണിഫോം ഇടാത്ത